നടൻ വിജയുടെ തമിഴക വെട്ടിക്കഴകത്തിന്റെ റാലിയിൽ തിക്കിലും തിരക്കിലും പെട്ടു വൻ ദുരന്തം. 39 പേരുടെ ജീവനെടുത്ത ദുരന്തത്തിന്റെ നടുക്കത്തിലാണ് തമിഴ്നാട്. ஜெகதீஷ், உடனே ஒரு ஆம்புலன்ஸ் அஷ்மிகா 9 வயசுல ஒரு பொண்ணு காணுமா? தம்பிகளா கொஞ்சம் தேடி கண்டுபிடிச்சு கொடுத்துருங்க. போலீஸ் சார், ப்ளீஸ் சார், ப்ளீஸ் ஹெல்ப் சார். വാവിട്ട് കരയുന്ന മനുഷ്യരുടെയും വെള്ളത്തുണികളിൽ പൊതിഞ്ഞ മൃതദേഹങ്ങളുടെ മരവിപ്പിലുമാണ് ഇന്നത്തെ ദിവസം ആരംഭിക്കുന്നത്. നടൻ വിജയുടെ രാഷ്ട്രീയ പാർട്ടി തമിഴക വെട്രിക്കഴകം സംഘടിപ്പിക്കുന്ന സംസ്ഥാന പര്യടനത്തിന്റെ ഭാഗമായി കരൂർ വേലുച്ചാമിപുരത്ത് നടന്ന സമ്മേളനത്തിലാണ് തിക്കിലും തിരക്കിലും പെട്ട് നിരവധി പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടത്. 1 ലക്ഷത്തിലധികം ആളുകൾ പങ്കെടുത്ത പരിപാടിയിൽ ഞെങ്ങിഞ്ഞെരുങ്ങി ജീവനില്ലാതെയോ പാതി ജീവനുമായോ നിരവധി പേരെ കരൂരിലെ ആശുപത്രികളിൽ എത്തിച്ചു. ആവശ്യത്തിന് ഡോക്ടർമാരോ മെഡിക്കൽ സൗകര്യങ്ങളോ ഇല്ലാത്തതിനാൽ ആദ്യ മണിക്കൂറുകളിൽ ഏറെ ബുദ്ധിമുട്ടി. മുഖ്യമന്ത്രി MK സ്റ്റാലിനും മറ്റു മന്ത്രിമാരും പ്രതിപക്ഷ പാർട്ടി നേതാക്കളും സംഭവം അറിഞ്ഞപ്പോൾ തന്നെ കരൂരിലേക്കെത്തി. മരിച്ചവരുടെ കുടുംബത്തിന് 10 ലക്ഷം രൂപ വെച്ചും പരിക്കേറ്റവരുടെ കുടുംബത്തിന് 1 ലക്ഷം രൂപ വെച്ചും സർക്കാർ നഷ്ടപരിഹാരം പ്രഖ്യാപിച്ചു. സംഭവം അന്വേഷിക്കാൻ റിട്ടയർഡ് ജഡ്ജ് അരുണ ജഗദീശന്റെ നേതൃത്വത്തിൽ കമ്മീഷനെ നിയമിച്ചു. അറുപതിനായിരം ആളുകളെ മാത്രം ഉൾക്കൊള്ളാൻ സാധിക്കുന്ന മൈതാനത്താണ് 1 ലക്ഷത്തിലധികം ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള പരിപാടി സംഘടിപ്പിച്ചത്. കൂടുതൽ തുറന്ന സ്ഥലത്തേക്ക് പരിക്കാതെ പരിപാടി നടത്തുകയായിരുന്നു എന്നാണ് പോലീസ് പുറത്തുവിടുന്ന വിവരം. എന്റെ ഹൃദയം തകർന്നു, അസഹനീയമായ വേദനയാണ് ഇപ്പോൾ അനുഭവിക്കുന്നത് എന്നാണ് വിജയ് എക്സിൽ പങ്കുവച്ച കുറിപ്പിൽ പറഞ്ഞത്. വിജയ്ക്കെതിരെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. ന്യൂസ് ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.